ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ടെന്നിരിക്കെ ഒരു ഗുണവുമില്ലാത്ത ഈ പോസ്റ്ററിനെയൊക്കെ കിങ് ഓഫ് ഓൾ ആസനാസ് എന്ന് വിളിക്കുന്നത് അസംബന്ധമല്ലേ എന്നതാണ് അതിന് ഞാൻ വൗച്ച് ചെയ്യുന്നില്ല. പ്രയോജനം ഇതൊക്കെയാണ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ല സാർ. ഗ്രാവിറ്റിയും കൊണ്ട് ഇതിനകത്ത് എന്താണ് അപകടമുള്ളത്? നമുക്ക് എന്തായാലും ഇരുത്താം. എന്തായാലും അപകടം ഇവിടെ വെച്ച് അവരുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കൂ. ചുവന്നിരിക്കുന്നുണ്ടോ? എന്തെങ്ങനെ ചുവന്നിരിക്കുന്നേ? അശുദ്ധരക്തം തിരിച്ചു പോകുന്നില്ല. അശുദ്ധരക്തം തിരിച്ചു പോകുന്നില്ല. പൂൾ ചെയ്യുന്നു. പൂൾ ചെയ്യുന്ന എന്താ പൂൾ ചെയ്യുന്നേ? പൂൾ ചെയ്തോട്ടെ. എന്താ പൂൾ ചെയ്യുന്നേ? ആ പൂൾ ചെയ്തോട്ടെ. നിങ്ങൾക്ക് പറയാം. റിട്ടേൺ ഇല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. റിട്ടേൺ ഇല്ല. റിട്ടേൺ ഇല്ല. എന്തിനാ ഈ ഇതിന്റെ വാഴയുടെ ചുവട്ടിൽ വെള്ളം തിരിച്ചിട്ട് അതിനെ കൂട്ടി വെക്കുന്ന പോലെ അല്ല ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഒരുപാട് അശുദ്ധരക്തം കെട്ടി നിർത്താനുള്ളത്. ഇതൊക്കെ അറിയാതെ ചെയ്യുന്ന അപകടങ്ങളാണ്. പെട്ടെന്ന് തിരിച്ചു മഞ്ജു, തിരിച്ചു മതി. നമുക്ക് ഇനി ഡോക്ടർ പറഞ്ഞു തുടരാം. ഇൻവേർട്ടഡ് പോസ്റ്റേഴ്സ് ഒക്കെ വളരെ അപകടകരമായിട്ടുള്ളതാണ്. ഈ പോസ്റ്ററാണ് സർവാംഗാസം എന്ന് പറയുന്നത്. സർവാംഗാസം എന്നൊക്കെ പറഞ്ഞാൽ അപകടത്തിന്റെ അങ്ങേയറ്റമാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ നട്ടലിന്റെ ഒരു മോഡൽ. ഇവിടെ 7 വെർട്ടിബ്രയാണുള്ളത്. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ഈ തുളകളിലൂടെയാണ് വെർട്ടിബ്രൽ ആർട്ടറി എന്ന് 2 എണ്ണം പോകുന്നത്. ഇത് രണ്ടും ചേർന്നാണ് ഇവിടെ മസ്തിഷ്കത്തിനുള്ള ഒരു ബേസിലാർ ആർട്ടറി രക്തോട്ടം ഉണ്ടാവുന്നത്. ഇതിനെ വളരെയധികം ഫ്ലെക്സ് ചെയ്യുമ്പോൾ, വളരെയധികം മടക്കുമ്പോൾ, സർവാംഗാസത്തിലൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്. ഈ രക്തക്കുഴലിന് ഡാമേജ് വരും. പലപ്പോഴും സ്ട്രോക്ക് വരെ ഉണ്ടാവും എന്നല്ല, ഉണ്ടായ ചരിത്രമുണ്ട്. എത്രയോ പേപ്പറുകൾ ഞാൻ തരാം. സർവാംഗാസം എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് വിഡ്ഢിത്തങ്ങളുണ്ടല്ലോ. ഈ ആസനങ്ങളുടെ പറഞ്ഞ് കാണിക്കുന്ന വിഡ്ഢിത്തങ്ങൾ, ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങൾ പ്രിൻസ് ഓഫ് ആസനാസ് എന്നാണ് പറയാം. പ്രിൻസ് ഓഫ് ആസൻ, ശുദ്ധമേ അബദ്ധം. എത്രയോ പേഷ്യൻസിന് ഈ സ്ട്രോക്ക് ഉണ്ടായ ചരിത്രം നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഇൻവേർട്ടഡ് പോസ്റ്ററിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ കാണിച്ചു തന്ന പോലെ അശുദ്ധരക്തം കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ, കണ്ണിനകത്തുള്ള പ്രഷർ വളരെ കൂടും. ഗ്ലോക്കോമ ഉള്ളവർക്ക് അത് മതി അന്ധത ഉണ്ടാക്കാൻ. മനുഷ്യരുടെ അന്ധതയുടെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തേതാണ് ഗ്ലോക്കോമ. ഇവരും ഇൻവേർട്ടഡ് പോസ്റ്റർ ചെയ്താൽ മതി, കണ്ണ് അടിച്ചു പോകും. എത്രയോ ഇതുണ്ട് ഇൻക്രീസ് ഇൻട്രാ ഓക്കുലർ പ്രഷർ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ട്. ഇതൊക്കെ ശുദ്ധമേ അസംബന്ധമാണ്. ശീർഷാസനം എന്നൊരു സാധനമുണ്ട്. ഇവരെ ശീർഷാസന ഇസ് എന്താസനമാണ്? മദർ ഓഫ് ഓൾ ആസനാസ് അല്ലേ? കിങ് ഓഫ് ആസനാസ്, കിങ് ഓഫ് ആസനാസ്. ഈ ശീർഷാസനം എന്ന പ്രയോഗത്തിന് ഈ 19ാം നൂറ്റാണ്ടിന്റെ ഒഴിച്ച് ഒരു 100 കൊല്ലത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു റെഫറൻസ് തന്നാൽ 1,00,000 രൂപ ഞാൻ അപ്പെടുത്തു കൊടുക്കാം. ഒക്കെ 20ാം നൂറ്റാണ്ടിന്റെ കള്ളത്തരങ്ങളാണ്. ശീർഷാസനം എന്ന് പറഞ്ഞ സാധനം പഴയ യോഗഗ്രന്ഥങ്ങളിൽ എവിടെയുമില്ല. അങ്ങനെ ശീർഷാസനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഗുണമുണ്ട്, അപകടമുണ്ട്. ഒരുപാട് അപകടങ്ങളുണ്ട്. ശീർഷാസനം കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളുടെ പേപ്പറുകളെ എത്രയോ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. കണ്ണടിച്ചു പോകുന്നു, ഇൻട്രാക്കുലർ പ്രഷർ കൂടിയിട്ട് പോകുന്നത്, ഇവിടെ നിന്നുള്ള വെർട്ടിബ്ര സബ്ലക്സൈറ്റ് ചെയ്യുന്നത്, അത് ഗംഗാറാം ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ടാണ്. സബ്ലക്സൈറ്റ് കാല് തളർന്നു പോകുന്നത്, ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമായ അപകടങ്ങളാണ്. ചെയ്യാൻ പാടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓൾറെഡി എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാള് ഇൻവെർട്ടർ പോസ്റ്റേഴ്സ് ചെയ്യാൻ പാടില്ല. 23 വയസ്സുള്ള ആൾക്കാർക്ക് പറ്റിയ ചരിത്രമാണ് ഞാൻ പറയുന്നത്. 23 വയസ്സുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ആള്, അതിനുള്ള ഒരു ചരിത്രവും ഇല്ലാത്ത ആളുകളുണ്ട്. എത്രയോ പേപ്പറുകൾ. ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളെ ഇൻവെർട്ടർ പോസ്റ്റേഴ്സ് ചെയ്യിക്കാറില്ല. ഹൈപ്പർ ടെൻഷന്റെ വിഷയമല്ലത്. 1972 റിച്ചി റസൽ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോളജിസ്റ്റ് ഒരു പേപ്പർ എഴുതി. അദ്ദേഹം പറയണത് ഇതൊക്കെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഉണ്ടായ സാധനം എന്നാണല്ലോ പറയുന്നത്. അന്നറിയില്ല, ഇതൊന്നും ഈ അടുത്ത കാലത്ത് ഇയാൾ ചുട്ടുണ്ടാക്കിയതാണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് രക്തചംക്രമണ വ്യവസ്ഥയെക്കുറിച്ച് മനുഷ്യർക്ക് പൊതുവേ ധാരണകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹെഡ് സ്റ്റാൻഡ്, ഇതാണ് പറഞ്ഞത്, ഷോൾഡർ സ്റ്റാൻഡ് കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇതുപോലുള്ള അപകടകരമായ പോസ്റ്ററുകൾ ചെയ്യുമ്പോൾ ഈ വെർട്ടിബ്രൽ ആർട്ടറിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ടല്ലോ എന്നൊരു സിദ്ധാന്തം അയാൾ പറയുന്നു. തൊട്ടടുത്ത വർഷം 1973 ആദ്യത്തെ പേഷ്യൻ്റ് അമേരിക്കയിൽ വന്നു. ഇതുപോലെ ഈ ഇൻവെർട്ടർ പോസ്റ്റർ ചെയ്തിട്ട് ഈ വെർട്ടിബ്രൽ ആർട്ടറി ഡിസെക്ഷൻ ഉണ്ടായി, മസ്തിഷ്കം ഇതിൽ സ്ട്രോക്ക് അടിച്ചിട്ട്. അതിനുശേഷം എത്രയോ കേസുകൾ. ഇതൊക്കെ വളരെ അപകടകരമാണ്, ചെയ്യരുത്. സാർ ഇത് പറയുന്നു, ഇത് ചെയ്യരുത്, അപകടമാണെന്ന് പറയുന്നു. ഇത് ചെയ്ത അപകടം ഉണ്ടായ ആൾക്കാരെയും പറയുന്നു. ആസനാസ് ചെയ്യുമ്പം എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നതെന്ന് അറിയുന്നില്ല. കറക്റ്റ് ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ സാറേ, ഹെഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ സാറ് പറയുന്ന പോലെ തലയിലൊന്നും വെയിറ്റ് ഒന്നും ഇല്ല. ഇല്ലില്ല, ഒരിക്കലും വെയിറ്റ് ഇല്ല. കൈയുടെ ഇത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ സാറേ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ വെയിറ്റ് വരുന്നത്. അത് പഠിപ്പിക്കുന്ന ആൾക്കാരും പിന്നെ അത് ചെയ്യുന്ന ആൾക്കാരുടെയും കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്. 2, ഷോൾഡർ സ്റ്റാൻഡ് കാര്യം പറയുന്നു. ആ കുട്ടിയോട് വിളിച്ചു ചോദിച്ചേ, സാറെന്ന് ചോദിച്ചേ, ആ കുട്ടിക്ക് എവിടെയാണെന്ന് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചേ, എവിടെയാ അതിന് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വെയിറ്റ് വന്നതെന്ന് നോക്ക്, എവിടെയാ അതിന് സ്ട്രെയിൻ ആയെന്ന് നോക്ക്.
ഷോൾഡർ സ്റ്റാൻഡ് ആയില്ലല്ലോ, പൂർണ്ണമായില്ലല്ലോ. ഷോൾഡർ സ്റ്റാൻഡ് സർവാംഗാസം ചെയ്തില്ലല്ലോ. സാർ, ഷോൾഡർ സ്റ്റാൻഡ് ഞാൻ ചെയ്താലും ശരി, ഷോൾഡർ സ്റ്റാൻഡ് ചെയ്താൽ ഒരിക്കലും ഉണ്ടല്ലോ കഴുത്തിന് പെയിൻ ഉണ്ടാവത്തില്ല. പെയിനിന്റെ കാര്യമേ പറഞ്ഞില്ല. സ്ട്രെയിൻ ഉണ്ടാവത്തില്ല. Right, right, പറയൂ. ഉണ്ടാവത്തില്ല. ആസനാസ് കറക്റ്റ് പഠിക്കാത്തതാണ്. സ്ഥിരം സുഖം ആസനം എന്ന് പറഞ്ഞാൽ ഹെഡ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പിന്നെ ഷോൾഡർ സ്റ്റാൻഡിലോ കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പം എന്ത് പറ്റുമെന്നറിയോ? വളരെ റിലാക്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ നിൽക്കണം. അപ്പോഴെവിടെയാണ് കണ്ണിനകത്തുള്ള പ്രഷർ കൂടാൻ തല ഇങ്ങനെ താഴോട്ട് തൂക്കിയിട്ടാ മതി. സാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഷോൾഡർ സ്റ്റാൻഡ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും കണ്ണടിച്ച് പോയിട്ടുണ്ട്. അതൊരു ന്യായമായല്ല, അത് ന്യായമായ ന്യായവൈകല്യമാണ്. ഗ്ലൂക്കോമയുടെ സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ടോ? ഞാൻ സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും അല്ല ഡോക്ടർ ഓൾറെഡി ബിപി കൂടിയ ആളുകളെ ഇൻവെർട്ടർ പോസ്റ്റേഴ്സ് ചെയ്യിക്കാറില്ല. എന്നാൽ തന്നെ നോർമൽ ആൾക്കാർ ചെയ്യുമ്പം കണ്ണ്, അതായത് ഐബോൾസ് കിടക്കുന്ന വിട്രിയസ് ഫ്ലൂയിഡില്ല, സാർ ലാർജ്ലി പ്രൊട്ടക്റ്റഡ്. ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ടെന്നിരിക്കെ ഒരു ഗുണവുമില്ലാത്ത ഈ പോസ്റ്ററിനെയൊക്കെ കിങ് ഓഫ് ഓൾ ആസനാസ് എന്ന് വിളിക്കുന്നത് അസംബന്ധമല്ലേ എന്നതാണ് അതിന് ഞാൻ വൗച്ച് ചെയ്യുന്നില്ല. അതിന് ഞാൻ വൗച്ച് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ അത് സ്ഥിരം ചെയ്തുകൊണ്ട് വർഷങ്ങളോളം ഇരിക്കുന്ന ആൾക്കാർക്ക് സാറ് പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല.